എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പ്ലം കേക്കിന് ആവശ്യമായ ഒരു ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓറഞ്ച് എടുത്ത് അതിൻ്റെ തൊലി എല്ലാം ഇങ്ങനെ നമ്മൾ പോന്തിയിട്ട് എടുക്കണം. ഇതുപോലെ പോന്തി തൊലി വിരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തൊലി എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഓരോ ഓറഞ്ചും എടുത്ത് അങ്ങനെ തൊലി എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന വെള്ള ആ വൈറ്റ് കളർ ഇരുന്നാൽ നല്ല കയ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു സ്പൂൺ വെച്ച് ഉപയോഗിച്ച് അത് ഇളക്കിയെടുത്ത് നല്ലപോലെ ഇളക്കി വൃത്തിയാക്കി എടുക്കണം. അതിൽ ശകലം വെള്ളം ഇരുന്നാലും അതിന് ഓറഞ്ച് നമ്മൾ വിളയിച്ചെടുക്കുമ്പോൾ കയ്പുണ്ടാകും. അതുകൊണ്ട് നല്ലതുപോലെ അത് നമ്മൾ ചുരണ്ടി വൃത്തിയാക്കണം. വൃത്തിയാക്കി എടുത്തിട്ട് അതുപോലെ ചുരണ്ടണം. നല്ലതുപോലെ ചുരണ്ടി വൃത്തിയാക്കി എടുക്കണം. അത് നല്ല കയ്പുണ്ടാവും. അല്ലെങ്കിൽ ക്ലിയർ ആക്കണം. അത് പറ്റില്ലെങ്കിൽ ഒരു ചെറിയ പിച്ചാത്തി ഉപയോഗിച്ച് ആ വെള്ളം നല്ലപോലെ ഒന്ന് എടുത്ത് മാറ്റാം. ഞാൻ ദാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊലി മാത്രമേ ഉള്ളൂ, വെള്ളം എല്ലാം എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിനെ നമ്മൾ അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. തീരെ പൊടിയാവണ്ട, എന്നാലും ഒരുവിധം നമ്മൾ അരിഞ്ഞെടുക്കണം. ഇത് കടയിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നിന്നാൽ ഒരുപാട് പൈസയാവും, നല്ല വിലയാവും, നല്ല വൃത്തിയും ഉണ്ടാകില്ല. അത് ഒരു മണവും ഗുണമൊന്നും അതിലുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ തൊലി ഒന്ന് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളതിനെ റെഡിയാക്കി എടുക്കുന്നത്, നല്ല വൃത്തിയായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്ലം കേക്കിന് വേണ്ടി നമ്മൾ ഓറഞ്ച് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറേ വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ കുറച്ച് നേരം തിളയ്ക്കണം. പെട്ടെന്ന് നമ്മൾ എടുക്കണ്ട. കുറച്ചൊന്ന് തിളച്ച് അതിൻ്റെ തൊലി ഒന്ന് സോഫ്റ്റ് ആവണം. സോഫ്റ്റ് ആവുന്നത് വരെ തിളപ്പിക്കണം. തിളപ്പിച്ച് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ച് അതിൻ്റെ കയ്പ്പ് വെള്ളം മാറ്റണം. ആ വെള്ളം നല്ല കയ്പ്പുണ്ടായിരിക്കും. അതുകൊണ്ട് ആ കയ്പ്പ് വെള്ളം മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ പാത്രത്തിലോട്ടിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും തിളപ്പിക്കണം. അങ്ങനെ ഒരു 3 ആവർത്തി തിളപ്പിക്കണം. 3 ആവർത്തിയാണ് ഞാൻ തിളപ്പിച്ചത്. അപ്പോൾ ആ വെള്ളം നമ്മൾ തൊട്ട് നാവിൽ വെച്ച് നോക്കുമ്പോൾ അറിയാം അതിൽ കയ്പ്പ് കുറഞ്ഞു വരുന്നുണ്ടോയെന്ന്. കയ്പ്പ് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കയ്പ്പ് രസം കളയാവുന്നതാണ്. അതിന് ശേഷം ഞാനൊരു മെഷറിംഗ് കപ്പിലോട്ട് ഇട്ട് ഒരു 3/4 കപ്പോളം ഉണ്ട്. അതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു ഓറഞ്ച് പിഴിഞ്ഞെടുത്തതും കൂടി അതിലോട്ട് അരിച്ച് ഒഴിക്കണം. അതെന്തോന്നിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലിക്ക് നല്ലൊരു ഫ്ലേവറും മണവും രുചിയും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓറഞ്ച് ജ്യൂസും കൂടി അതിലേക്ക് ചേർക്കുന്നത്. ചേർത്തിട്ട് അതിലൊരു 3/4 കപ്പോളം പഞ്ചസാര ചേർക്കണം. 3/4 കപ്പോളം പഞ്ചസാര ചേർക്കണം. പിന്നെ നമ്മൾ ജ്യൂസ് ഒഴിച്ചത് കൊണ്ട് വെള്ളം ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ചാൽ മതി. ജ്യൂസ് കൂടെ അല്ലെങ്കിൽ നമ്മൾ 3/4 കപ്പ് വെള്ളം ഒഴിക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ 1/2 കപ്പ് വെള്ളവും ബാക്കി ഓറഞ്ച് ജ്യൂസും ചേർത്താൽ മതി. എന്നിട്ടൊരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കണം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ
വറ്റിച്ചെടുക്കണം. പഞ്ചസാര ഇരുന്ന ആ കപ്പ് ഒന്ന് കഴുകി ഒഴിച്ചതാണത് ചെറുതായിട്ട്. നല്ലതുപോലെ കണ്ടോ തിളച്ച് വറ്റി വരണം. കയ്പ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ലതുപോലെ ഞാൻ നോക്കിയായിരുന്നു, കയ്പ്പ് ഉണ്ടോയെന്ന്. കയ്പ്പ് ഇല്ല അധികം. ആ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെയൊക്കെ ഒഴിച്ചപ്പോൾ നല്ലൊരു ഫ്ലേവർ തോന്നി. അത് ഒരു നൂൽ പരുവം, അങ്ങ് തീരെ ഒരു നൂൽ പരുവം ആവണ്ടെങ്കിൽ ആ പഞ്ചസാര കുറച്ച് ഇരിക്കുമ്പോൾ പഞ്ചസാര തരി പോലെ വരും. ഏകദേശം ഇറക്കാറായി, അത് മാറ്റാറായി അടുപ്പത്തുനിന്ന്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല രുചിയും മണവുമാണ്, നല്ല വൃത്തിയുമാണ്. അതുകൊണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നവരെല്ലാം ഇതുപോലെ ഓറഞ്ച് വിളയിച്ചെടുക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ഈ ഗ്ലാസ് ബൗളിൽ വെച്ചിരിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.